മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ തുടരുന്നു. കരയിൽ ലോറിയില്ലെന്ന് സ്ഥിരീകരിച്ച് സൈന്യം. നദീതീരത്ത് നിന്ന് ഒരു സിഗ്നൽ കൂടി ലഭിച്ചു. മണ്ണ് നീക്കി പരിശോധന തുടങ്ങി ദൗത്യസംഘം. ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറി ISRO. സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ. രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനം 7% വരെ വളരും. ഭക്ഷ്യവില 2 വർഷത്തിനിടെ ഇരട്ടിയായെന്നും സർവേ റിപ്പോർട്ട്. സാമ്പത്തിക അസമത്വം രൂക്ഷമെന്നും റിപ്പോർട്ട്. കേന്ദ്ര ബജറ്റ് അവതരണം നാളെ. നീറ്റ് ചോദ്യങ്ങളിലെ പിഴവുകൾ പരിശോധിക്കാൻ സുപ്രീം കോടതി. ഡൽഹി IIT ഡയറക്ടറെ ചുമതലപ്പെടുത്തി. സമിതി നാളെ 12 മണിക്ക് മുൻപ് റിപ്പോർട്ട് നൽകണം. തെളിവില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി സുപ്രീം കോടതിയിൽ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ്. മഴുവന്നൂർ പുളിന്താനം പള്ളികൾ ഏറ്റെടുത്ത് കോടതി വിധി നടപ്പാക്കാനുള്ള പോലീസ് നീക്കം പരാജയം. പൂട്ട് തുറന്ന് അകത്ത് കടക്കാനുള്ള പോലീസ് ശ്രമം വിശ്വാസികൾ തടഞ്ഞു. പള്ളി വിട്ടു നൽകില്ലെന്ന നിലപാടിൽ ഉറച്ച് യാക്കോബായ വിഭാഗം. നിപ്പയിൽ ജാഗ്രത തുടർന്ന് കേരളം. മരിച്ച 14കാരന്റെ സഞ്ചാരപാത പുറത്തുവിട്ടു. കേന്ദ്ര സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. 4 ശാസ്ത്രജ്ഞരും 2 സാങ്കേതിക വിദഗ്ധരും സംഘത്തിൽ. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച വിദ്യാർത്ഥി ആശുപത്രി വിട്ടു. വിരമിക്കൽ പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ്. പാരീസ് ഒളിമ്പിക്സോടെ വിരമിക്കും. പടിയിറങ്ങുന്നത് 328 മത്സരങ്ങളിൽ ഇന്ത്യക്കായി ഗോൾ വലക്കാത്ത താരം. വൈകാരിക പ്രഖ്യാപനം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ.